ഹായ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ഈവനിങ് വ്ളോഗുകളാണ്. കാരണം മുമ്പേ പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല, പെട്ടെന്ന് തോന്നും എങ്കിൽ പിന്നെ ഒരു വ്ളോഗ് എടുത്തേക്കാന്ന്, അങ്ങനെ എടുത്ത് തുടങ്ങുന്നതാണ് കേട്ടോ. ഇന്ന് കോളേജ് ഉണ്ടായിരുന്നു, ഒരു വർക്കിംഗ് ഡേ ആയിരുന്നു. അപ്പോൾ കോളേജിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷമാണ് എങ്കിൽ പിന്നെ ഒരു വ്ളോഗ് എടുത്തേക്കാന്ന് വിചാരിച്ചത്. അതിന് കാരണം മറ്റൊന്നുമല്ല, തംബ്നെയിലിൽ നിങ്ങൾ കണ്ട പോലെ ഞാൻ നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസ് ഒക്കെ ഒന്ന് കോപ്പി എടുത്ത് പഠിച്ചു തുടങ്ങാമെന്നൊക്കെ വിചാരിച്ചൊരു ചെറിയ പ്ലാനൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി കൂടി പറയാമെന്ന് വിചാരിച്ചു. അതാണ് ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്യാമെന്ന് കരുതിയത് കേട്ടോ. അപ്പോൾ ഞാൻ ദേ വന്നു, ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വന്നു കേട്ടോ. അത് കഴിഞ്ഞ് വാവ കിടന്നുറങ്ങുമായിരുന്നു. അപ്പോൾ ആ കൂടെ കുറച്ച് സമയം കിടന്നുറങ്ങിപ്പോയി. ഇപ്പോൾ രാവിലെ ഒത്തിരി വെളുപ്പിനെയൊക്കെ എണീക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേക്കും എനിക്ക് 2 ഓൺലൈൻ ഡെലിവറി ഉണ്ടായിരുന്നു. ഒന്നൊരു പുസ്തകമാണ്, പിന്നെ അതേപോലെ ഒരെണ്ണം ബെഡ്ഷീറ്റാണ്. ഞാൻ ചുമ്മാ ഒരു ട്രയൽ പോലെ ഒരു ബെഡ്ഷീറ്റ് വാങ്ങിച്ചു നോക്കിയതാണ്. ഞാനിതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. ഒരു 262 സംതിങ് അത്രേ റേറ്റ് ഉള്ളൂ. കോട്ടൺ ബെഡ്ഷീറ്റാണ്. കളറ് പോവുമെന്നറിയില്ല. ഞാൻ എന്തായാലും ഫസ്റ്റ് യൂസ് ഒന്ന് അലക്കിയതിന് ശേഷമായിരിക്കും ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ പറയാം കേട്ടോ. അതേപോലെ പുസ്തകം വിവേക് ചന്ദ്രൻ്റെ വന്യം എന്ന് പറയുന്നൊരു പുസ്തകമാണ്. വിവേക് ചന്ദ്രൻ എന്ന റൈറ്ററെ നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ ചിലപ്പോൾ അറിയായിരിക്കും. അല്ലെങ്കിൽ അസ്വി മലയാളം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലില്ല, അത് നിങ്ങൾക്ക് മോസ്റ്റ് ആൾക്കാർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ചാനലായിരിക്കും. അതിൽ ആ ഒരു ചേച്ചിയുടെ ഹസ്ബൻഡാണ് കേട്ടോ. പുള്ളി നന്നായിട്ട് എഴുതും. അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. അപ്പോൾ ആളുടെ പോസ്റ്റുകളൊക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വായിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പുള്ളിയുടെ പുസ്തകം കൂടി ഒന്ന് വായിച്ചു നോക്കാമെന്നുള്ളത്. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തതാണ്. പിന്നെ ഞാൻ എൻ്റെ ന്യൂ ഇയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ന്യൂ ഇയറിലേക്കുള്ള എൻ്റെ ഒരു പ്ലാനിൽ ഒന്നായിരുന്നു, അതായത് എല്ലാ മാസവും ഒരു പുസ്തകമെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പുസ്തകമെങ്കിലും വാങ്ങിക്കുക, അത് വായിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഇപ്പോൾ ഫെബ്രുവരി ആയ സമയത്ത് ഞാൻ ഏകദേശം 4 പുസ്തകങ്ങളോളം വായിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കോളേജിൽ പഠിപ്പിക്കാൻ വന്നേ പിന്നെ കേട്ടോ ഇങ്ങനെ പുസ്തകം വായിക്കാൻ കുറച്ചുകൂടെ സമയം കിട്ടിയെന്ന് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ വീഡിയോസിലൊക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ ഇപ്പം നമ്മൾ വീട്ടിലാണെങ്കിൽ എപ്പോഴും നമ്മൾ വാവയുടെ കാര്യങ്ങളും അല്ലെങ്കിൽ എൻട്രിയുടെ ക്ലാസ്സും ഒക്കെ ആ ഒരു ക്രാഷായിട്ട് വരുന്ന സമയത്ത് ഈ ഒരു പുസ്തകം വായന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യുന്നത്. പക്ഷേ കോളേജിൽ വന്നാൽ എങ്ങനെ പോയാലും നമുക്ക് കുറച്ച് സമയം കിട്ടും. അപ്പോൾ അതിൽ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, അതിനോടൊപ്പം തന്നെ ഇത് വായിക്കാനുള്ള ഒരു സമയവും എങ്ങനെയെങ്കിലും കണ്ടെത്തും. അപ്പോൾ അതേ കുറുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വാവയ്ക്ക്. അവൻ എണീറ്റില്ല കേട്ടോ. അവനെ കുറുക്കൊക്കെ ഉണ്ടാക്കി അതൊക്കെ ഒന്ന് ആറി വരുന്ന സമയത്ത് വിളിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇന്ന് അമ്മയ്ക്ക് ഉച്ച കഴിഞ്ഞ് പഞ്ചായത്തിലൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പം ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ അതിന് പോയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ മിക്ക ദിവസം അമ്മയാണ് വൈകുന്നേരം കുറുക്കൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. പിന്നെ അവനെ കുറുക്ക് കഴിപ്പിക്കുക എന്നുള്ളതൊരു 2-3 പേര് വേണ്ടി വരുന്നൊരു ടാസ്ക്കാണ്. ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും അങ്ങ് എന്താ പറയുക അലഞ്ഞ് തിരിഞ്ഞ് നടന്നാണ് കുറുക്കൊന്ന് കൊടുക്കുന്നത്. ഞാൻ അധികം ഫോൺ കാണിച്ചു കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. ഇടയ്ക്കൊക്കെ വീട്ടിൽ TV-യിൽ കണക്ട് ചെയ്യാം, യൂട്യൂബ് അങ്ങനെ കണക്ട് ചെയ്ത് പാട്ടൊക്കെ ഇട്ട് കഴിപ്പിക്കാറുണ്ട്. പക്ഷേ എന്നാലും കൂടുതൽ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞങ്ങൾ വെളിയിലൂടെയൊക്കെ നടന്നാണ് കുറുക്ക് കൊടുക്കുന്നത്. പിന്നെ ഫോൺ ഒട്ടും തന്നെ കാണിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ TV-യിൽ അങ്ങനെ കാണിച്ചാലും ഫോണിൽ കാണിക്കാറേ ഇല്ല. കാര്യം 1-2 പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഭാവിക്ക് ഫുഡ് കൊടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഫുഡ് കൊടുക്കുന്ന ഒരു വലിയ ടാസ്ക് തന്നെയാണ്. ഞാൻ ഏതോ ഒരു ഡോക്ടറിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഈ ഒരു കുട്ടികളെ ഫോൺ കാണിക്കുന്നതുമായിട്ട് പറഞ്ഞൊരു കാര്യം എനിക്ക് വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തു. അതായത് ആ ഡോക്ടർ അതിൽ പറയുകയാണ്, നിങ്ങളുടെ കുട്ടികൾ ഫോൺ കാണിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഫുഡ് കഴിക്കാത്ത കുട്ടികളുണ്ടല്ലോ. അപ്പോൾ ആ ഡോക്ടർ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, അതായത് ഫോൺ കാണിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ ഫുഡ് കഴിക്കാതിരിക്കുമായിരിക്കും. പക്ഷേ ഫോൺ കാണിച്ചാൽ ഉണ്ടാവുന്ന പ്രശ്നം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫുഡ് കഴിക്കാതിരുന്നാൽ ഉണ്ടാവുന്ന പ്രശ്നം അത്ര വലിയ പ്രശ്നമൊന്നും അല്ല. അത് ഫോൺ കാണിച്ചാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ നിസ്സാരമാണ്. അതെനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ് കേട്ടോ. അപ്പം ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഒട്ടുമിക്ക എല്ലാ കുട്ടികളും എവിടെ ചെന്നാലും ഫോൺ വെച്ചങ്ങ് കൊടുക്കുവാണ് പേരൻസ്. പക്ഷെ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എനിക്കും ഏട്ടനും ഒക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് 2 പേർക്കും അവനെ അധികം ഫോണിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ പറ്റുന്നത്രയും കാലം എങ്ങനെയാ വെച്ചാൽ അത് കൊണ്ടുപോകണം എന്നുള്ളത്. ഇപ്പം എന്തായാലും അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ല. ഒരുപാട് അങ്ങനെ കാണാത്തത് കൊണ്ടായിരിക്കാം ആൾക്കങ്ങനെ കാർട്ടൂണോ അല്ലെങ്കിൽ അങ്ങനത്തെ പിള്ളേരുടെ സോങ്സൊക്കെ കണ്ടു കഴിഞ്ഞാലൊന്നും അങ്ങനെ വലിയ അതിൻ്റെ അകത്തൊരു ഇൻട്രസ്റ്റഡ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. അത് നമ്മൾ അങ്ങനെ കണ്ട് ശീലിപ്പിക്കാത്തത് കൊണ്ടായിരിക്കും.
അങ്ങനെ ഫോൺ അവൻ്റെ കയ്യിലേക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നൊരു സാധനമാണ് എന്ന് അവനെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഈ വീഡിയോയിൽ പറയാനുള്ള ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ കഴിഞ്ഞ വീഡിയോയിലെ കമൻസിനെ പറ്റിയാണ് കേട്ടോ. കാരണം കഴിഞ്ഞ വീഡിയോ റെക്കോർഡ് ചെയ്ത സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, അതായത് എൻ്റെ വ്ളോഗ്സ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കാരണം ആ കമൻസ് കാണുമ്പോഴത്തേക്ക് എനിക്ക് പുതിയ പുതിയ വ്ളോഗ്സ് ഇടാൻ ഒരു എന്താ പറയുക, ഒരു മോട്ടിവേഷൻ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 50 എബവ് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ കുറേ നാളുകളായിട്ട് ഞാൻ ഇടുന്ന വ്ളോഗിൽ ആദ്യമായിട്ടാണ് ഇത്രയും കമൻറ്റ് വരുന്നത്. കാരണം ഞാൻ മുമ്പൊക്കെ വ്ളോഗ് ഇടുമ്പോൾ അങ്ങനെ പറയാറേ ഇല്ല. അതായത് എൻ്റെ ഒരു പോളിസി എങ്ങനെയാണെന്ന് വെച്ചാൽ, കണ്ട് ഇഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യട്ടെ, അല്ലെങ്കിൽ അവർ അത് ഫോളോ ചെയ്യട്ടെ. നമ്മളിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണം, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം എന്നൊക്കെ എപ്പോഴും പറഞ്ഞാൽ ആളുകളത് ചെയ്യണമെന്നില്ല. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യട്ടെ, ഇഷ്ടപ്പെട്ടാൽ ചെയ്താൽ മതി, അങ്ങനെയുള്ള ഒരു രീതിയായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, ഇങ്ങനെ ആൾക്കാരുടെ ഒരു കമൻസ് നമ്മളെ വളരെ പോസിറ്റീവായിട്ട് നമ്മളെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് പോസിറ്റീവ് കമൻസ് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ നെഗറ്റീവായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇടാട്ടോ. അതിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല. നല്ല കാര്യങ്ങളാണെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുമല്ലോ. അപ്പോൾ എന്തായാലും അതിൽ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. സോ അതിന് ആദ്യം തന്നെ നിങ്ങളുടെ അടുത്തൊരു വലിയ താങ്ക് യു പറയുന്നു. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് എൻ്റെ അടുത്ത ഈ ഒരു വീഡിയോ ഇത്രയും പെട്ടെന്ന് റെക്കോർഡ് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചതെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ വാവയ്ക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാൻ നേരത്തെ തന്നെ ഫുഡ് കഴിച്ചു കേട്ടോ. എനിക്ക് തോന്നുന്നു 7 മണി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് തന്നെ ഫുഡ് കഴിച്ചു. കാരണം എനിക്കിനി കുറച്ച് ടാസ്കുകളൊക്കെ തീർക്കാനുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചു. പിന്നെ അതിനോടൊപ്പം തന്നെ പേസ്ട്രി വീട്ടിലിരിപ്പുണ്ടായിരുന്നു, ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പേസ്ട്രി ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു വലിയ പേസ്ട്രി ഫാനാണ്. അപ്പോൾ അതും കഴിച്ചു. അപ്പോൾ അതിനുശേഷം ഞാൻ നമ്മുടെ സിലബസ് ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിലബസ് ഇന്ന് ഞാൻ കോളേജിൽ ചെന്ന സമയത്ത് കോപ്പി എടുത്തതാണ്. നമ്മുടെ 10th പ്രിലിംസിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ എനിക്ക് ഡിഗ്രി പ്രിലിംസൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് പഠിക്കാൻ പറ്റുക എന്നൊന്നും അറിയില്ല, എന്നാലും ഒന്ന് സിലബസ് കോപ്പി എടുത്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ കുറച്ച് ഭാഗങ്ങൾ കണ്ടു എഴുതി വെച്ചിരിക്കുന്നത്. അത് ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ കംപ്ലീറ്റ് സിലബസ് കോപ്പി എടുക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അവിടുത്തെ പ്രിൻ്ററിന് എന്തോ മിസ്റ്റേക്ക് ആയതുകൊണ്ട് നമുക്ക് ആദ്യം നെറ്റൊന്നും കണക്റ്റ് ആയി നമുക്ക് ഇല്ലായിരുന്നു. മിസ്സും സാറും ഒക്കെ ഒത്തിരി നോക്കിയിട്ടൊന്നും അത് ശരിയാവുന്നില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എന്തായാലും കുഴപ്പമില്ല, എനിക്ക് എന്തായാലും സിലബസ് എൻ്റെ കൈ വേണം, ഞാൻ എന്തായാലും സിലബസ് ഇരുന്ന് എഴുതാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ആ ഒരു പേജ് ഉണ്ടല്ലോ, അത് മാത്രമേ എനിക്ക് കോപ്പിയായിട്ട് കിട്ടിയായിരുന്നു, ബാക്കിയുള്ളതൊന്നും വന്നില്ല. അപ്പം ഞാനിരുന്ന് എഴുതാൻ തുടങ്ങി. അപ്പോൾ എഴുതാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നി ഇത് തന്നെ നല്ലതെന്ന് തോന്നി. കാര്യം കുറച്ച് സമയം എടുത്താലും ഞാൻ ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ വെച്ച് ആ ഒരു രീതിയിൽ എഴുതി. അതായത് ഇപ്പം ഏറ്റവും കൂടുതൽ മാർക്കുള്ള ടോപ്പിക്കും എന്നാൽ സിലബസ് വൈസ് അത് കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ ഇക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയുള്ളതൊക്കെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സിലബസ് ഞാൻ പ്രയോറിറ്റി കൊടുത്ത് ആദ്യം എഴുതി. പിന്നെ ഹിസ്റ്ററി കുറച്ചധികം പഠിക്കാനുണ്ടെങ്കിലും 10 മാർക്ക് ഹിസ്റ്ററിക്ക് വരുന്നുണ്ടല്ലോ, അപ്പോൾ അത് എഴുതി. പിന്നെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയുന്നത് ബാക്കിയുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എഴുതി തുടങ്ങി. ഹിസ്റ്ററി എഴുതി, അതേപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി, പിന്നെ എക്കണോമിക്സ് എഴുതി, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എഴുതി. അപ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും പ്രിൻ്റർ ശരിയായിട്ടോ. അപ്പോൾ പിന്നെ മിസ്സ് പറഞ്ഞു, എങ്കിൽ ബാക്കി എഴുതണ്ട, എന്തായാലും കുറച്ച് കോപ്പി എടുപ്പിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഞാൻ ബാക്കി കുറച്ച് പേജസ് കോപ്പി എടുത്തു. അപ്പോൾ അതാണ് ഈ രണ്ടും കൂടെ മിക്സ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഞാൻ സിവിക്സിൻ്റെ കുറച്ച് ഭാഗം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു സിലബസ്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്കും അതങ്ങ് ബാക്കി എഴുതി കംപ്ലീറ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് അത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എഴുതാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാനിതിൽ നോക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡും കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ വിചാരിക്കുന്നു സിലബസ് വൈസ് പഠിച്ചു പോകാം, അതിനോടൊപ്പം തന്നെ ഡെയിലി ഒരു 5 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന രീതിയിൽ, അതായത് ക്വസ്റ്റ്യൻസ് വിത്ത് അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് പഠിക്കുന്ന രീതിയിൽ ചെയ്യാം. ഇതൊക്കെ എൻ്റെ പ്ലാനിങ് ആണ് കേട്ടോ, ഭയങ്കര പ്ലാനിങ് ആണ്. ഇതുപോലെ ഒന്നും നടക്കില്ലെന്നൊന്നും അറിയില്ല. ഇപ്പം കോളേജിൽ കയറിയതുകൊണ്ട് അതിൻ്റേതായ ഒരു തിരക്കും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കോളേജിലുള്ളതിലും തിരക്ക് എനിക്ക് ബാക്കിയുള്ള ഇപ്പോൾ എൻട്രിയുടെ ക്ലാസ് അങ്ങനെയൊക്കെ വരുന്നതാണ്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ തന്നെ എൻട്രിയുടെ 2 കോഴ്സ് എനിക്കുണ്ട്. അതിലൊരു കോഴ്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഇന്നലെ എനിക്ക് കോൾ വന്നു, പുതിയൊരു കോഴ്സ് ഉണ്ട്, അപ്പോൾ അതിലേക്ക് കുറച്ച് ക്ലാസ്സസ് കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ട്. എനിക്കങ്ങനെ പെട്ടെന്നൊരു നോ പറയാൻ ബുദ്ധിമുട്ടാണ്. അത് ആ ഒരു കാര്യത്തിൽ നോ പറയാനുള്ള ബുദ്ധിമുട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ എടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ എന്തായാലും എനിക്കിങ്ങനെ തിരക്കുണ്ട്, നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ആ കുട്ടിയാണെങ്കിലും കുഴപ്പമില്ല മിസ്സ്, പറ്റണ പോലെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇനി ആ ക്ലാസ്സും കൂടെ എടുത്തു കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചത് എൻട്രിയുടെയൊക്കെ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ട് എല്ലാം എടുത്തു കൊടുത്ത് ക്ലോസ് ചെയ്തിട്ട് പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലും കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു വിചാരിച്ചത്. അപ്പോൾ അതിനിപ്പോൾ കുറച്ച് എന്താ പറയുക, കുറച്ച് സമയം എടുക്കുമായിരിക്കും അങ്ങനെ ഒന്ന് റെഡിയായി വരാൻ.
അപ്പോൾ എന്തായാലും പഠിക്കാൻ പറ്റുമോ ഇല്ലെന്നൊന്നും അറിയില്ല. എന്നാലും ഞാൻ വലിയ പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. സിലബസ് വൈസ് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലുള്ളതനുസരിച്ച് പഠിച്ചു പോവുക. പിന്നെ അതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഇത്തരത്തിൽ PYQs ചെയ്യുക. പിന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ തന്നെ വെച്ചിട്ട് പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പം കൃത്യമായിട്ട് ഒരു ദിവസം പഠിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വ്ലോഗ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് ചെയ്യാനുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം എനിക്ക് എൻട്രിയുടെ ഒരു ക്ലാസ് എടുക്കാനുണ്ടായിരുന്നു. അത് കുറച്ചധികം നോട്ടുള്ള ഒരു ക്ലാസ്സാണ്. അപ്പോൾ എന്തായാലും ഒരു 1 hour എടുക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ വേറെ പഠിക്കാനൊന്നും നിൽക്കാഞ്ഞത്. കാരണം നമ്മൾ പഠിക്കാനൊക്കെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ ലേറ്റായി ക്ലാസ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ആകെ ഒരു എന്താ പറയുക, ഒത്തിരി ലേറ്റായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ക്ലാസ് എടുക്കാൻ ഒരു എനർജി കിട്ടില്ല. ഒന്നാമത് നമ്മുടെ എനർജി ഫുൾ ഡ്രെയിൻ ആയല്ലോ, ഒരു ഫുൾ ഡേയുടെ ഒരു എൻഡോട് കൂടിയാണല്ലോ ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ പഠിക്കാനൊന്നും നിന്നില്ല, നേരെ പോയി ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും ഒരുപാട് സമയമായിട്ടോ. ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, ജസ്റ്റ് ഫോണിൽ ഞാൻ തന്നെ സമയം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അപ്പം എന്തായാലും ഈ ഒരു സമയമൊക്കെ നമുക്കിങ്ങനെ ക്ലാസ് എടുക്കാൻ കിട്ടുകയുള്ളൂ. കോളേജ് ഉള്ള ദിവസം ആകുമ്പോഴത്തേക്കും കോളേജിൽ നിന്ന് വന്നിട്ട് ക്ലാസ് എടുക്കാനുള്ള പരിപാടി പറ്റത്തുള്ളൂ. അല്ലാതെ ഇപ്പം സാറ്റർഡേ സൺഡേ വീട്ടിലിരുന്നെന്ന് പറഞ്ഞാലും അന്ന് എന്തെങ്കിലുമൊക്കെ തിരക്കുകൾ വരും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വാവ ഉള്ളതുകൊണ്ട് തന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ പിന്നെ പകൽ ക്ലാസ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ സമയം കിട്ടുന്ന പോലെയൊക്കെ ഇരുന്ന് ക്ലാസ് എടുക്കുക, അതേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ ആലോചിക്കും കേട്ടോ, ഇപ്പോൾ സാധാരണ എല്ലാവരും ഇപ്പോൾ ഒരു 9 to 5 അങ്ങനെയൊക്കെ ജോബ് ഉള്ളവരാണെങ്കിൽ ആ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പിന്നെ അവർ ഫ്രീ ആണല്ലോ. ഫ്രീ ഇൻ ദ സെൻസ് വീട്ടിലെ കാര്യങ്ങൾ നോക്കണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ വാവയൊക്കെ ഉണ്ടെങ്കിൽ വാവയുടെയൊക്കെ കൂടെ സ്പെൻഡ് ചെയ്ത് അവിടെ ഇരിക്കാം. പക്ഷെ ഞാൻ പലപ്പോഴും വന്നിട്ട് പിന്നെ എൻട്രിയുടെ ക്ലാസ് അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ ക്ലാസ് പഠിക്കാനുള്ളത്, അങ്ങനെ ഞാൻ വീണ്ടും ബിസിയാണ്. അപ്പം ഇടയ്ക്കൊക്കെ ചെറിയൊരു വിഷമമൊക്കെ തോന്നും കേട്ടോ. അതായത് മോൻ്റെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇതിൽ ഏതെങ്കിലും ഒന്ന് കോൺസ്റ്റൻ്റ് ആവുമായിരുന്നെങ്കിൽ ബാക്കിയുള്ള പരിപാടികളെല്ലാം നിർത്തിയിട്ട് നമുക്കതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെ. പക്ഷേ കുഴപ്പമില്ല, നമ്മളിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക, അപ്പോൾ അതിനുള്ള റിസൾട്ട് എന്തായാലും നമുക്ക് കിട്ടും. ഇപ്പോഴാണെങ്കിൽ എൻ്റെ ലൈഫിൽ അതുപോലെ കുറേ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ പലപ്പോഴും എൻ്റെ ഫിനാൻഷ്യൽ ഏണിങ്സിനെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പലരും ചോദിക്കും, ഇത്രയും ഏണിങ്സ് എങ്ങനെ കിട്ടുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയും ഏൺ ചെയ്യാൻ പറ്റുന്നതെന്ന്. അപ്പോൾ ഞാൻ ചിന്തിക്കും, ശരിക്കും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാതെ നമുക്കൊന്നും ലൈഫിൽ നേടാൻ പറ്റില്ല. നമ്മൾ വെറുതെ ഒരു കംഫോർട്ട് സോണിൽ എപ്പോഴും ഇരിക്കുകയാണെങ്കിൽ അവിടെ തന്നെ നമുക്കിരുന്ന് പോകാനേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ട്, ഇങ്ങനെ ഏൺ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ ലൈഫിൽ ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട്. സോ ഇനിയും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുവാണ്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതേപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. കമൻറ്റ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.